ഈ ദൂത് രഹസ്യത്തിൽ കാമവുമായി പോരാടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, വിശുദ്ധിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ രഹസ്യത്തിൽ കാമവുമായി നിങ്ങൾ പോരാട്ടത്തിലുമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പലരും രഹസ്യമായി ഈ വികാരത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. അവർ ബലഹീനരായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടതുകൊണ്ടുമല്ല, പ്രത്യുത ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ടാണ് ആത്മസംഘർഷം നിങ്ങളിലുണ്ടാകുന്നത്. ഇത് കേവലം ശാരീരികമായ പരീക്ഷണം മാത്രമല്ല, ആത്മീയ യുദ്ധം കൂടിയാണ്. ലക്ഷ്യബോധമില്ലാത്തവനുമായി സാത്താന് യുദ്ധമില്ല. നിങ്ങളിൽ അമൂല്യമായ നിധിയുണ്ടെന്ന് അറിയുമ്പോഴാണ് ശത്രു ആക്രമിക്കുന്നത്. ഇതിന് പറ്റിയ ആയുധം കാമമാണ്. കാരണം ശത്രുവിനറിയാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആത്മലോകത്തെക്കുറിച്ചുള്ള ബോധം കൂടുതലായിരിക്കും. സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായി ഇവരിൽ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതായത് അന്തരീക്ഷത്തിലെ ആത്മലോക സാന്നിധ്യം, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന മറ്റുള്ളവരുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ദേഹിയുടെ ഇച്ഛകൾ, ഞരക്കങ്ങൾ, ആത്മാവിൻ്റെ ഭാഷണങ്ങൾ ഇവർക്ക് അനായാസം വായിച്ചെടുക്കാനാകും. പക്ഷെ ഈ സെൻസിറ്റിവിറ്റി മൂർച്ചയുള്ള ഇരുവായി തലയുള്ള വാൾ പോലെയാണ്. ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഈ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കൃത്യമായി ഉപയോഗിക്കാൻ നമുക്കറിയാതെ വരുമ്പോൾ ദൈവദത്തമായ ഈ കഴിവിനെ തന്നെ പിശാച് നമുക്കെതിരെ പ്രയോഗിക്കും. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലും തോറും പോരാട്ടത്തിന് വീര്യം കൂടി വരും. കാമം നിങ്ങൾ തേടി പോകുന്നതല്ല, കാമം നിങ്ങളെ തേടി വരുന്നതാണ്. ഇവിടെയാണ് വിവേകവും ആത്മീയ തന്ത്രങ്ങളും നാം പ്രയോഗിക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്നും ഈ പോരാട്ടം എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. കാമവുമായുള്ള നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീയ ആയുധമാണ് ഉടമ്പടി, ദ കവനന്റ്. ഉടമ്പടി എന്നാൽ കേവലം വാക്ക് കൊടുക്കുക മാത്രമല്ല. ഉടമ്പടി എന്നാൽ ആത്മീയ സംരക്ഷണ വലയമാണ്. ദൈവം തന്നെ നമ്മുടെ ശത്രുക്കൾക്ക് അതിർവരമ്പിടുന്ന നിയന്ത്രണ രേഖയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, പരമാധികാരം എന്ന സംരക്ഷണ വലയത്തിനുള്ളിലേക്ക് ദൈവം ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥികൾക്കും വരുവാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ അബ്രഹാമിനോടും മോശയോടും ഇസ്രായേലിനോടും ഉടമ്പടികളിലൂടെ ദൈവം പ്രവർത്തിച്ചു. പുതിയ നിയമത്തിൽ നമ്മുടെ ഉടമ്പടി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ദൈവം നമ്മോട് പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിലൂടെ സംസാരിക്കുമ്പോൾ ഈ സംരക്ഷണ വലയത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന ഒരു കെണിയാണ് കാമം. സാത്താൻ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, നിങ്ങളിലെ ആളത്വമായ ദേഹിയെയും ആത്മാവിനെയും കൂടിയാണ്. ശരീരം കൊണ്ട് നിങ്ങളെ പാപം ചെയ്യിച്ചാൽ ആത്മാവിൻ്റെയും ദേഹിയുടെയും ലക്ഷ്യത്തെ അവന് തെറ്റിക്കുവാനും വഴി പിഴപ്പിക്കുവാനും സാധിച്ചെന്നിരിക്കും. നിങ്ങളുടെ അഭിഷേകത്തെയും അനുഗ്രഹങ്ങളെയും തകർത്തു കളയുവാൻ അവന് കഴിഞ്ഞെന്നിരിക്കും. ഈ ആത്മരഹസ്യം മനസ്സിലാക്കിയിട്ടാകണം ഇയ്യോബ് തൻ്റെ പുസ്തകത്തിൽ 31 അധ്യായം 1 വാക്യത്തിൽ തൻ്റെ ഉറച്ച തീരുമാനം, ഉടമ്പടി ഇങ്ങനെ കുറിക്കുന്നത്: ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? തൻ്റെ കണ്ണു പോകുന്നിടത്തേക്ക് തൻ്റെ ശരീരവും പോകും എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം പോലും അദ്ദേഹം ചെയ്തത്. ഇത് കണ്ണുമായുള്ള ഉടമ്പടിയായിരുന്നു. ദൈവം ഈ ഉടമ്പടിയെ മാനിക്കുകയും ചെയ്തു. ഇയ്യോബിന് നേരിട്ട കൺമോഹം തന്നെ വചനത്തിൽ പലർക്കും നേരിട്ടതായി നാം കാണുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ എങ്ങനെ കാമത്തെ നേരിട്ടു എന്ന് അവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാം. അവരിലെ നല്ലതിനെ മാത്രം മുറുകെ പിടിക്കാം.
ഒരുവൻ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടി മാറിയപ്പോൾ മറ്റൊരുവൻ പാപത്തിൽ വീഴുകയും പാപനിമിത്തം അനുതപിക്കുകയും ചെയ്തു. മറ്റൊരുവൻ പാപനിമിത്തം നശിച്ചു. ജോസഫ്, ദാവീദ്, ശിംശോൻ എന്നിവരിൽ നിന്നും ജീവിത പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ആദ്യം ജോസഫിന്റെ ചരിത്രം നോക്കാം. പോത്തിഫറിന്റെ ഭാര്യ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും അവൻ കാമത്തിന് വഴങ്ങിയില്ല. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ അവൾ തൻ്റെ വസ്ത്രം പിടിച്ചു എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. യുക്തിയിൽ നിന്നും ചിന്തിച്ച് തെറ്റായ വഴിയിൽ തിരിഞ്ഞില്ല. യോസേഫ് ഇവിടെ തത്വചിന്തകൾ പറഞ്ഞുകൊണ്ട് നിന്നില്ല, പ്രാർത്ഥിച്ചില്ല, തർക്കത്തിൽ ഏർപ്പെട്ടില്ല, ആ സാഹചര്യത്തെയും നിമിഷത്തെയും പഴിച്ചില്ല. ആ പാപത്തിന്റെ സാന്നിധ്യത്തിൽ അവൻ തുടർന്നില്ല. പിന്നെ എന്താണ് അവൻ ചെയ്തത്? ആ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അവൻ ഓടി മറഞ്ഞു. നാമും ഇതുപോലെ ഓടേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് തോൽവിയല്ല, നമ്മുടെ വിജയമാണ്. രണ്ടാമത്തേത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. 2 ശമൂവേൽ 11 അധ്യായം. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ അവനുമായി പാപം ചെയ്തു. ദാവീദ് യോസേഫിനെ പോലെ ഇവിടെ ഓടി മാറിയില്ല. ആ സാഹചര്യത്തിൽ അവൻ പാപത്തിൽ വീണുപോയി. തുടർന്ന് തൻ്റെ പാപം മറയ്ക്കാൻ കുലപാതകം വരെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നാഥാൻ പ്രവാചകൻ തൻ്റെ പ്രവചന ശബ്ദത്തിലൂടെ ദാവീദിന്റെ കണ്ണു തുറപ്പിച്ചു. അതിനാൽ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും അനുതാപത്തിന്റെ 51 സങ്കീർത്തനം ദാവീദ് എഴുതുകയുണ്ടായി. ദാവീദിന്റെ അനുതാപം നമ്മോട് പറയുന്നത് നമ്മൾ കാമത്തിൽ വീണുപോയാൽ ഒരു തിരിച്ചു വരവുണ്ട് എന്നാണ്. പക്ഷേ അനുതാപത്തിന്റെ മിഴിനീരോടെ നമ്മുടെ പിഴകളെ ഏറ്റുപറയുന്നെങ്കിൽ മാത്രം. മൂന്നാമത്തേതായി ശിംശോൻ എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ നിന്നും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവശക്തിയാൽ നിറഞ്ഞവനുമായിരുന്നു അവൻ. ദൈവം നൽകിയിരുന്ന ഉടമ്പടിയിൽ ശിംശോൻ നിലനിന്നപ്പോൾ അവന് സകലതും നന്മയ്ക്കായിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ നിന്ന് ലംഘനം വന്നപ്പോൾ അവൻ വീണുപോയി. ദൈവം അവന് നൽകിയിരുന്ന ആത്മീയ നൽവരത്തെ കാമത്തിനു വേണ്ടി അലക്ഷ്യമായി അവൻ ഉപയോഗിച്ചു. ഇതൊരു മുന്നറിയിപ്പാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുമാറും. കാമം ശരീരത്തിനെതിരെ മാത്രമുള്ള പോരാട്ടമല്ല, അത് ദൈവവുമായി നമ്മുടെ ഉടമ്പടി തകർത്തു കളയുന്ന ഒരു മാരകമായ ശത്രുവിന്റെ ആയുധമാണ്. സാത്താൻ പല വിധത്തിൽ കാമത്താൽ പാപം ചെയ്യിക്കാൻ ശ്രമിക്കും. അവൻ തന്ത്രശാലിയാണ്. പക്ഷെ നമ്മുടെ ദൈവം സാത്താന്റെ ഈ തന്ത്രത്തെ അതിജീവിക്കാൻ ഒരു പാറ്റേൺ നമുക്ക് നൽകിയിട്ടുണ്ട്. കാമത്തിന്റെ പരീക്ഷണം നിങ്ങൾക്ക് നേരിടേണ്ടി വരുമ്പോൾ യോസേഫിനെ പോലെ ഓടി മാറുക. എന്നാൽ കാമത്തിന്റെ പ്രലോഭനത്തിൽ നിങ്ങൾ വീണു പോയെങ്കിൽ ദാവീദിനെ പോലെ അനുതപിക്കുക. പക്ഷെ പിന്നെയും കാമത്തിന്റെ പ്രലോഭനത്തിൽ നിങ്ങൾ തുടർന്നാൽ ശിംശോൻ നിങ്ങൾക്ക് തുറന്ന ഒരു പാഠപുസ്തകമായിരിക്കട്ടെ. സാത്താൻ ദൈവത്തിൽ നിന്നും നിങ്ങളെ അകറ്റാൻ തന്ത്രങ്ങൾ മെനയും. അതിനാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവവുമായി പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുക. ഉടമ്പടി തകർന്നു പോയെങ്കിൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. അവൻ ഉടമ്പടിയെ പുതുക്കും. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദൈവം വിളിച്ചത് നിരാശയിലും പരാജയത്തിലും ജീവിക്കാനല്ല. കാമത്തിന്റെ ശക്തിയേക്കാൾ നിങ്ങളിലുള്ള ആത്മാവിന്റെ ശക്തി വളരെ വലുതാണ്. ലൈംഗിക സ്നേഹത്തെക്കാൾ ദൈവ സ്നേഹം വളരെ വലുതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല. ദൈവത്തിന് മുൻപിൽ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന നിമിഷം, ആ നിമിഷം സാത്താനെ
ഭ്രമിപ്പിക്കുന്ന നേരം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന നിമിഷം പരീക്ഷണങ്ങളുടെ വശ്യത അവസാനിക്കും. ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം ഇപ്പോഴാണ്. ഈ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആമേൻ.